ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ദീപക് ശർമ്മയെ ഗോവ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വനിതാ ലീഗിനിടെ മദ്യപിച്ചെത്തിയ ദീപക് ഹോട്ടൽ മുറിയിൽ അതിക്രമിച്ചു കയറി. ഫുട്ബോൾ ടീമായ ഖാദ് എഫ്സിയിലെ 2 വനിതാ ഫുട്ബോൾ താരങ്ങളെ കയ്യേറ്റം ചെയ്യുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തതിന് ദീപകിനെതിരെ പരാതി ലഭിച്ചു. മാർച്ച് 28-നാണ് കേസിനാസ്പദമായ സംഭവം. ദീപക് ശർമ്മയ്ക്കെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച പകൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതായി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. ഹിമാചൽ പ്രദേശ് ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കൂടിയായ ശർമ്മയെ കസ്റ്റഡിയിൽ വിടുമെന്നും കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വിശദീകരിച്ചു. വിഷയത്തിൽ അതിവേഗം നടപടിയെടുക്കാൻ കേന്ദ്ര കായിക മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നു. മുറിവേൽപ്പിക്കൽ, സ്ത്രീക്ക് നേരെ ബലപ്രയോഗം നടത്തൽ, മറ്റു കുറ്റങ്ങൾ തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം എഫ്.സി. ഖാദിയിലെ ഒരു കൂട്ടം വനിതാ താരങ്ങൾ ശർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് അവകാശപ്പെട്ടു. ഇന്ത്യൻ വനിതാ ലീഗിൽ പങ്കെടുക്കാൻ ഗോവയിലെത്തിയതായിരുന്നു ടീം. പനാജിയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള മപൂസ പോലീസ് ശർമ്മയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഒരു കൂട്ടം വനിതാ കളിക്കാർ കരയുന്നതും മാധ്യമങ്ങളെ വീഡിയോഗ്രാഫ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതും കണ്ടു. കഴിഞ്ഞ 10 വർഷമായി ശർമ്മയുമായി ബന്ധമുണ്ടെന്ന് അവർ അവകാശപ്പെട്ടു. എന്നാൽ അദ്ദേഹം മോശമായി പെരുമാറുന്നത് കണ്ടിട്ടില്ല. പരാതിക്കാരിൽ ഒരാൾ രാത്രി 11:30 അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തുപോയി. അതിൽ അസ്വസ്ഥനായ ശർമ്മ അജ്ഞാത നഗരത്തിൽ രാത്രി വൈകി എന്തിനാണ് പോയതെന്ന് ചോദ്യം ചെയ്തു. അതിൽ അസ്വസ്ഥരായ അവർ നാടകം സൃഷ്ടിക്കാൻ തുടങ്ങി. ഒപ്പൂസ പോലീസ് സ്റ്റേഷനിൽ പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ കളിക്കാരിൽ ഒരാൾ അവകാശപ്പെട്ടു. ശർമ്മ ഒരിക്കലും പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും അവർ പറഞ്ഞു. ഗോവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വനിതാ ലീഗിനിടെ ഒരു ഉദ്യോഗസ്ഥൻ വനിതാ ഫുട്ബോൾ താരങ്ങളെ ശാരീരികമായി ആക്രമിച്ചതായി കായിക മന്ത്രാലയം ഗൗരവമായി ഈ കാര്യം എടുത്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് വേഗത്തിൽ നടപടിയെടുക്കുവാനും നമ്മുടെ ഫുട്ബോൾ കളിക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മന്ത്രാലയത്തെ അറിയിക്കാനും മന്ത്രാലയം AIFF-നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കളിക്കാരുടെ സുരക്ഷയും സംരക്ഷണവുമാണ് ഞങ്ങൾക്ക് ഏറ്റവും മുൻഗണനയെന്നും അനുരാഗ് താക്കൂർ എക്സിൽ കുറിച്ചു. ലീഗിന് മുമ്പ് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് ഖാഡ് എഫ്.സി. യാത്ര ചെയ്തപ്പോൾ ശർമ്മ മദ്യലഹരിയിലായിരുന്നുവെന്നും മദ്യപിച്ചിരുന്നതായും കളിക്കാർ ആരോപിക്കുന്നുമുണ്ട്. ഇവരുടെ പരാതിയെ തുടർന്ന് ഗോവ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ ടീമിനെ അവരുടെ ഹോട്ടലിൽ സന്ദർശിച്ചു. പെൺകുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അവരെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഉറപ്പാക്കും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, മാനേജർ നനലിത ശർമ്മ പറഞ്ഞു. ജനുവരിയിൽ സമാനമായ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി AIFF 2013 ജോലിസ്ഥലത്തെ സ്ത്രീകളുടെ ലൈംഗിക പീഡനം തടയൽ, നിരോധനം, പരിഹാരം നിയമപ്രകാരം പരാതി കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതേസമയം കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ലൈംഗികാതിക്രമം കാട്ടിയ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പോലുള്ളവരെ കായിക രംഗത്ത് നിന്ന് പുറത്താക്കി സ്ത്രീ ശക്തി മുദ്രാവാക്യം പ്രവർത്തിച്ചു കാണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വനിതാ ഗുസ്തി താരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ട ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് അധികാരങ്ങൾ തിരിച്ചു നൽകിയ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ തീരുമാനത്തോട് പ്രതിഷേധിക്കവെയാണ് താരങ്ങളുടെ അഭിപ്രായ പ്രകടനം. ഇങ്ങനെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നം തുടരുമ്പോഴാണ് ഇപ്പോൾ കായിക രംഗത്ത് നിന്ന് പുതിയ പരാതി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.